ഇന്ന് ഞാൻ റവയും കൊണ്ട് വെജിറ്റബിളൊക്കെ ആക്കിയ ഒരു ഉപ്പുമാവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നാന്ന് ചോദിച്ചാൽ എന്തെന്നറിയോ, നമ്മൾ കുട്ടികൾക്കൊക്കെ എന്നു പറയാൻ നമ്മൾക്കാണെങ്കിൽ തന്നെ ഫൈബർ കണ്ടൻ്റ് ഒന്നും അധികം നമ്മൾ എടുക്കാറില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഉപ്പുമാവിൻ്റെ കൂടെ ഈ വെജിറ്റബിളൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിയുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിവിടെ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ പ്ലെയിനായിട്ട് ഉള്ളിയും കടുകും അങ്ങനെ മാത്രം ഇട്ട് ഉണ്ടാക്കാറില്ല. അതിൻ്റെ കൂടെ ഞാൻ എന്ത് വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം ഇട്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ, വരൂ. ഇത് കണ്ടോ, കുറച്ച് ടൊമാറ്റോ, ബീൻസ്, ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, ഇത് കടലപ്പരിപ്പ്, കടുക് പൊട്ടിക്കാനായിട്ട്, ഇത് കടുക്. ഓക്കെ, ഇത് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്. ഒരാൾക്ക് മാത്രം മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. ഇതുണ്ടോ, പാത്രം ചൂടാകുമ്പം കുറച്ച് എണ്ണ ഒഴിക്കണം. ഗ്രൗണ്ട്നട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അധികം എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട, കുറച്ച് മതി. ഇതിൻ്റെ കൂടെ നമ്മൾ കടലയില്ലേ, കടല ഫ്രൈ ചെയ്തിട്ട് ഇടുവാണെങ്കിലും അല്ല കാഷ്യൂ ഇടുവാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഗീയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുവേ വേണ്ട കേട്ടോ. ഇതാണ് ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ഇടുവാണേ. കറി ലീവ്സ് ഇല്ല എൻ്റെ കയ്യിൽ. കറി ലീവ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിട്ടാൽ ഇനി ടേസ്റ്റായിരുന്നു. കറി ലീവ്സ് തീർന്നു പോയി. അപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പം നമുക്ക് എന്ത് ഐറ്റം ഉണ്ടോ അതുകൊണ്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്ന് ഇല്ലേ, ആ പരിപ്പ് ഉപയോഗിക്കാം. കടലപ്പരിപ്പും കടുകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഇത് കണ്ടോ, ചൂടാന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഇടാം. ഞാൻ ചെറുതാക്കിയാട്ടോ ഉള്ളി അരിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇഞ്ചിയൊന്നും ഇതിൻ്റെ കൂടെ ഇടാറില്ല. നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പം നിങ്ങൾക്ക് കറി ലീവ്സ് ഉണ്ടെങ്കിൽ കറി ലീവ്സ് ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ കറി ലീവ്സ് ഇല്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അപ്പോൾ ഇതിലൂടെ കുറച്ച് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളകും തക്കാളിയും എല്ലാം വെജിറ്റബിൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ മതി. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇതായിക്കോളും. ഇനി ഞാൻ ക്യാരറ്റും ബീൻസും കൂടി ഇടുക കേട്ടോ. ഞാനും ആദ്യമൊക്കെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇത് അഡ്ജസ്റ്റ് ആയി. പക്ഷേ ഇത് നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വേറെ ഉപ്പുമാവ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇനിയും ടേസ്റ്റാണ്. അപ്പോൾ അവർ കഴിച്ചോളൂ. കഴിക്കുന്നല്ല, അത് ഉള്ളിലേക്ക് വെക്കോളൂ. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ പിന്നെ ഉള്ളിയൊക്കെ വഴുതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാൽ മതി. എണ്ണയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിത് ഡ്രൈ പോലെയല്ല എടുക്കുന്നത്. നമ്മൾ ഈ കേസരി ബാത്തൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ അത്ര സോഫ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്കതിനകത്ത് കുറേ കൂടുതൽ വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവേ, എന്നാലത് സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട്. കാരണം ഉപ്പുമാവിന് പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ ഉപ്പുണ്ടോ നോക്കിയിട്ട് മാത്രമേ പിന്നെ നമുക്ക് ഉപ്പിടുള്ളൂ. ഞാൻ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. വെജിറ്റബിളെല്ലാം നല്ലപോലെ തിളച്ച് വരുന്നുണ്ടേ. നമുക്കിതിനകത്ത് ഇപ്പം ഇനി കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇടാം. ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാൻ നോക്കിയിട്ടുണ്ട്. കണ്ടോ, ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റവ എടുത്തിടാം. റവ ഇടുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ടി പിടിക്കും. പക്ഷെ ഇപ്പം ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് ഇട്ടിട്ട് ഞാൻ ഇളക്കുവാണ്. ഇതിൻ്റെ കൂടെ ബട്ടാണിക്കടലയില്ലേ, അതുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. നിങ്ങൾ വെക്കുമ്പോൾ ബട്ടാണിക്കടലയും പിന്നെ നെല്ലിക്കടല അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ഇതൊരു 5 മിനിറ്റ് അത് അങ്ങനെ വേഗം കണ്ടോ.
ഇവിടെ എന്തെന്നറിയാവോ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഷാഡായിട്ട് ഭയങ്കരമായിട്ട് കാണുന്നത് ചോദിച്ചാൽ ഇവിടെ ഒരു 8 മണി ആകുമ്പോഴത്തേക്കും ഭയങ്കര സൺലൈറ്റ് വരും, വിൻഡോയിൽ സൺലൈറ്റ് വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ഇല്ലാത്ത വീഡിയോ. എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അറൗണ്ട് 6 to 7 1 hour ടൈമിൽ മോർണിംഗിൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നോക്കിയാൽ ഇതാണ് അവസ്ഥ. ഇല്ലെങ്കിൽ പിന്നെ രാത്രി എടുക്കാം. ഇത് കുറച്ച് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. എൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ, ടേക്ക് കെയർ.